ഈ കേരളത്തിൽ ആൽബർട്ട് ഐൻസ്റ്റീനെ ഉൾപ്പെടെ ക്ഷണിച്ചു വരുത്തി ഈ സർവകലാശാലയുടെ വീശിയാകുമോ എന്ന് അഭ്യർത്ഥിച്ചിട്ടുള്ള ചരിത്രമുണ്ട് കേരളത്തിന്. മഹാരഥന്മാർ ഇരുന്നിട്ടുള്ള കസേരയിലാണ് ഇരിക്കുന്നത്. ഒരു കാര്യം മാത്രം ഓർമ്മിപ്പിക്കാം, എത്രയൊക്കെ ആകാശത്ത് വട്ടമിട്ട് പറന്നാലും, എത്രയൊക്കെ തൃശ്ശൂരിലെ വീട്ടിൽ ഒളിച്ചിരുന്നാലും, എത്രയൊക്കെ അവിടെ ഇരുന്ന് ഞങ്ങൾക്കെതിരെ പ്രവർത്തിച്ചാലും ഒരു നാൾ ഈ നാട്ടിലെ സാധാരണക്കാരനായ വിദ്യാർത്ഥി നിങ്ങളെ ചോദ്യം ചെയ്യും. അവന്റെ കൂടെ ഞങ്ങളുണ്ടാകും. ആ സാധാരണക്കാരനായ വിദ്യാർത്ഥിയുടെ കൈ ഉയർത്തുമ്പോൾ ആ കൈക്ക് താങ്ങായി SFI ഉണ്ടാകും. ആ കൈക്ക് കരുത്തായി ഞങ്ങളുണ്ടാകും. ഞങ്ങൾ ഉൾപ്പെടെയുള്ള മനുഷ്യരുടെ ഈ ഞങ്ങളുടെ വീട്ടിൽ സാധാരണക്കാരനായ അച്ഛനും അമ്മയും പണിയെടുത്ത് അവരടച്ച നികുതി പണത്തിൽ നിന്ന് ഈ സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്ന ഇടത് സർക്കാർ കൊടുത്ത തുകയിൽ നിന്നാണോ നീ കടന്നു പോകുന്ന തൃശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള നീ കഴിക്കുന്ന ഓരോ ധാന്യമണിയുമുള്ളത്. നീ കഴിക്കുന്ന ധാന്യമണി തന്നത് RSS അല്ല, നീ കഴിക്കുന്ന ധാന്യമണി തന്നത് BJP അല്ല, നീ കഴിക്കുന്ന ധാന്യമണി തന്നത് ഈ നാട്ടിലെ ഗവർണർ അല്ല, നീ കഴിക്കുന്ന ധാന്യമണി തന്നത് ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരാണ്. അവരോടാണ് ഞങ്ങൾക്ക് കൂറുള്ളത്, അവരോടാണ് ഞങ്ങൾക്ക് ഐക്യദാർഢ്യമുള്ളത്, അവർക്ക് വേണ്ടിയാണ് ഞങ്ങളുടെ പോരാട്ടം. എവിടെ ഈ കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ജാഥ നടത്തിയ ടീം എവിടെ ജൻസികളെന്നും പറഞ്ഞ് ഇതായിരിക്കുന്ന ഈ സാധാരണക്കാരായ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ തല്ലി തകർക്കുമ്പോൾ എവിടെയാണ് KSU, എവിടെയാണ് MSF, എവിടെയാണ് ഈ വിദ്യാർത്ഥി സംഘടനകൾ? അവിടെ ഞങ്ങൾ ഉയർന്നു വരുന്നു, അവിടെ ഞങ്ങൾക്ക് സമരമുണ്ട്. നോക്കൂ, ഇന്നലെ രാവിലെ തൊട്ട് തുടങ്ങിയ കേരള സർവകലാശാല യൂണിയൻ ഭാരവാഹികളുടെ രാപ്പകൽ സമരം. ആ സമരത്തിൽ ഞങ്ങൾ ഒരു പ്രശ്നവും ഉണ്ടാക്കിയില്ല. ഞങ്ങൾ മാന്യമായി ചോദിച്ചു, എന്താണ് ഞങ്ങളുടെ പ്രശ്നം? എന്തുകൊണ്ടാണ് സർവകലാശാല കലോത്സവം നടത്താൻ അനുവദിക്കാത്തത്? എന്തുകൊണ്ടാണ് സ്പോർട്സ് താരങ്ങൾക്കുള്ള TA കൊടുക്കാത്തത്? ഇതാണ് ഞങ്ങളുടെ ചോദ്യം. ഈ ചോദ്യത്തിന് ഉത്തരമില്ല ഈ പറഞ്ഞ VCക്ക് എന്ന് മാത്രമല്ല, ഞങ്ങളെ റദ്ദ് ചെയ്യാൻ ഈ സർവകലാശാല യൂണിയന് ഈ മാസം 28 വരെ തീയതി ഉണ്ടായിട്ടും ഞങ്ങളുടെ യൂണിയനെ ഇന്ന് രാവിലെ റദ്ദ് ചെയ്തിരിക്കുന്നു മോഹനൻ കുന്നുമ്മൽ. ഞങ്ങൾക്ക് ഇത്ര മാത്രമേ അറിയേണ്ടതുള്ളൂ. ഇന്ന് ഞങ്ങൾ സമരം ചെയ്യാൻ വന്നപ്പോഴും ഇത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ്. ഞങ്ങൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇപ്പോഴും മഹത്വമായ ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വസിക്കുന്നു. ഈ രാജ്യത്തിൽ വിശ്വസിക്കുന്നു. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ വിശ്വസിക്കുന്നു. ഈ രാജ്യത്തെ ജനങ്ങളിൽ വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടു, ഞങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാണ്. എന്നാൽ ആ ചർച്ചക്ക് പോലും തയ്യാറാവാതെ സംഘപരിവാർ VC-ആയുള്ള മോഹൻ കുന്നുമ്മൽ RSSകാരുടെ ശാഖയിൽ RSSകാരുടെ കാലിനടിയിൽ ഒളിച്ചിരിക്കുന്നവനായി ഇന്നിരിക്കുകയാണ്. അങ്ങനെയുള്ള മോഹൻ കുന്നുമ്മലിനോട് പറയാനുള്ളത്, ഈ സർവകലാശാല സംരക്ഷിക്കപ്പെടണം. NAC അക്രഡിഷനിൽ A++ ഉള്ള സർവകലാശാല, ഈ നാടിന്റെ അഭിമാനമായ സർവകലാശാല, ഏറ്റവും മഹത്തരമായ മനുഷ്യർ പഠിച്ചതും പഠിപ്പിച്ചതുമായ സർവകലാശാല. ആ സർവകലാശാലയിൽ യോഗ്യതയില്ലാത്ത മോഹൻ കുന്നുമ്മൽ തുടരാൻ യോഗ്യനല്ല എന്ന് മാത്രമല്ല, സർവകലാശാലയുടെ യൂണിയൻ ചെയർമാനെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നത്. യൂണിയൻ ചെയർമാനെ അറസ്റ്റ് ചെയ്യുന്നത് വഴി ഈ നാട്ടിൽ ഞങ്ങളുടെ സമരം അവസാനിപ്പിക്കാമെന്നാണ് കരുതിയിരിക്കുന്നതെങ്കിൽ ഒരു കാര്യം കൂടി പറയാം, കേരള സർവകലാശാലയിലെ അവസാന വിദ്യാർത്ഥിയെ ജയിലിലടക്കാൻ പറ്റുമെങ്കിൽ അടക്കാൻ ലോക് ഭവനിൽ നിന്ന് വിളിച്ചു പറഞ്ഞാലും ഞങ്ങൾ സമരം നടത്തിയിരിക്കും. അത് നടത്താനുള്ള ചരിത്രം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് അതിനെയൊന്നും കാണിച്ചു പേടിപ്പിക്കാൻ തയ്യാറാവരുത്. ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നു, SFIയുടെ സംസ്ഥാന സെക്രട്ടറി തിരുവനന്തപുരത്ത് സംസാരിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്.